തിരൂരിൽ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അനിശ്ചിതങ്ങൾക്കിടയിലും ഇപ്പോൾ ഈശ്വർ മാൽപെ 3 തവണ ഗംഗാവലിപ്പുഴയിൽ മുങ്ങി പരിശോധന നടത്തിയിരിക്കുന്നു. ആ 3 തവണയും അദ്ദേഹം ലോറിയുടെ ചില ഭാഗങ്ങൾ, അത് അർജുൻ്റെ ലോറിയുടെ മാത്രമല്ല മറ്റൊരു ടാങ്കർ ലോറിയുടെ കൂടി ഭാഗങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നു. അത് വലിയ പ്രതീക്ഷ ഈ തെരച്ചിലിന്, അർജുൻ്റെ കുടുംബത്തിന്, അവിടെ ഉള്ള കേരളത്തിലുള്ള ജനപ്രതിനിധികൾക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന സൂചനകളാണ് ഈശ്വർ മാൽപ്പയുടെ ഈ തെരച്ചിൽ ലഭിക്കുന്നത്. അതും ഇന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയില്ലാതെയാണ് കാർവാർ MLA സമ്മർദ്ദത്തിൻ്റെ മേൽ മാത്രമാണ് ഇങ്ങനെ ഒരു തെരച്ചിലിന് ഈശ്വർ മാൽപ്പ ഇറങ്ങുന്നത്. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങളുമായി ശിരൂരിൽ നിന്ന്. അരുൺ, ഇപ്പോൾ വെള്ളത്തിൽ കാഴ്ച വ്യക്തമാണ്, അത് പ്രശ്നങ്ങളില്ല, ഒഴുക്ക് തടസ്സമല്ല. അപ്പോഴും ഈ മണ്ണിനടിയിൽ മീറ്ററുകൾ താഴെയാണ് ഈ ലോറി എന്നായിരുന്നു നേരത്തെ റഡാർ പരിശോധനയ്ക്ക് ശേഷമുള്ള നിഗമനം. അത്തരത്തിലുള്ള റിപ്പോർട്ടൊക്കെയാണ് നേരത്തെ നൽകിയത്. അങ്ങനെയെങ്കിൽ ഈ ഡ്രഡ്ജർ പോലെയുള്ള സംവിധാനങ്ങൾ ഇനിയും വേണ്ടി വരില്ലേ? ഇന്ന് അല്പസമയം മാത്രമാണ് ഈശ്വർ മാൽപ്പെ അവിടെ തെരച്ചിൽ നടത്തിയത്. 3 തവണ മാത്രമാണ് ഡൈവ് ചെയ്തത്. 3:30 കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങുന്നത്. രാവിലെ നാവികസേനയും ഇന്ന് തെരച്ചിൽ നടത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അക്കാര്യത്തിലൊരു നടപടി ഉണ്ടായില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു അനുമതിയോ നിർദ്ദേശമോ ഒന്നും നാവികസേനയ്ക്ക് ലഭിച്ചില്ല. അതുമാത്രമല്ല, ഈശ്വർ മാൽപ്പെ പോലും ഇറങ്ങിയത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ഇല്ലാതെയാണ്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, ഇന്ന് പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഏതൊരാൾക്കും, അല്ലെങ്കിൽ അത്ര എക്സ്പെർട്ട് അല്ലാത്ത ആളുകൾക്ക് പോലും ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 3 നോട്ട്സിന് താഴെ ഉള്ള ഒരു ഒഴുക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഈശ്വർ മാൽപ്പെ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, അടിയിലെ കാഴ്ച, വെള്ളത്തിനടിയിലെ കാഴ്ച വ്യക്തമാണ്. അപ്പോഴും വെല്ലുവിളിയാകുന്നത് വലിയ മൺകൂനയാണ്. ഇനിയും ഡ്രഡ്ജർ പോലെയുള്ള സംവിധാനങ്ങൾ, സാങ്കേതിക സൗകര്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ ഇനി ലോറി കണ്ടെത്തിയാലും അത് പുറത്തെടുക്കാനൊക്കെ? ഗോകുൽ, അത് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശ്വർ മാൽപ്പെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വിസിബിലിറ്റി കൃത്യമായി പ്രശ്നമില്ല, അദ്ദേഹത്തിന് അടിയൊഴുക്ക് ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ പുഴയുടെ അല്ലെങ്കിൽ ജലനിരപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിലവിലില്ല. ആകെയുള്ളൊരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ മൺകൂനകൾ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഒരു പ്രശ്നമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ ഡ്രഡ്ജിംഗ് സംവിധാനം ഉൾപ്പെടെ എത്തിച്ച് മാത്രമേ അത് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലോറി കണ്ടെത്തിയാൽ പോലും അത്തരം സംവിധാനങ്ങൾ എത്തിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ നിലവിലിപ്പോൾ അദ്ദേഹം ഒരു സ്പോട്ടിൽ മാത്രമേ നിലവിൽ തെരച്ചിൽ നടത്തിയിട്ടുള്ളൂ. മറ്റ് 3 സ്പോട്ടുകളുണ്ട്. ആ 3 സ്പോട്ടുകളിൽ കൂടെ നാളെ തെരച്ചിൽ നടത്തും. ആ തെരച്ചിൽ നടത്തുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? പക്ഷേ നേരത്തെ ഈ ശക്തമായ അടിയൊഴുക്കുണ്ടായ ഘട്ടത്തിൽ അദ്ദേഹം ഈ സ്പോട്ട് 4 കേന്ദ്രീകരിച്ച് ഇന്നത്തെ തെരച്ചിൽ ലോറിയുടെ ഭാഗങ്ങൾ ലഭിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുമ്പോഴും ആ വലിയ മൺകൂനക്കരികിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ ആഴത്തിലേക്ക് തെരച്ചിൽ നടത്തുക എന്ന ചോദ്യം അവിടെയുണ്ട്. അതിന് ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് ഈശ്വർ മാൽപ്പയും പറഞ്ഞതായിരുന്നു. നാളെ രാവിലെ 8 മണിക്ക് ഈശ്വർ മാൽപ്പയുടെ സംഘം കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായ പരിശോധനയിലേക്ക്, തെരച്ചിലേക്ക് പോകുമെന്നതാണ് ഏറ്റവും ഒടുവിൽ ശിരൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്.